പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കോണുകൾ ചേരുമ്പോൾ എന്നുള്ള ആഡിങ് ആംഗിൾസ് എന്ന പാഠഭാഗം. അത് കഴിഞ്ഞ വർഷം നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗമാണ്. അത് അതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ഒരിക്കലും ഒന്നാമത്തെ പാഠഭാഗം എടുക്കാൻ സാധ്യതയില്ല, കാരണം അത് 6ാം ക്ലാസ്സിൽ പഠിച്ചു പോകുന്നത് കൊണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം മുഴുവൻ കുട്ടികളും ഈ പാഠഭാഗത്തിലേക്ക് ശ്രദ്ധ വേണ്ടത്ര കൊടുത്തിട്ടില്ല എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ പാഠഭാഗം ഞാൻ വീണ്ടും എടുക്കുന്നത്. നമുക്കറിയാം, കോണുകൾ 3 തരമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് 90 ഡിഗ്രിയിൽ കുറവുള്ള കോണിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേര് ന്യൂനകോൺ എന്നാണ്. ന്യൂനകോൺ, അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ പ്രത്യേകത എന്താണ്? അവിടെ സ്പെസിഫിക്കേഷൻ ഓഫ് ദിസ് ആംഗിൾ: ദി സൈഡ് സ്ലാന്റ് ടു ദി ബേസ് ലൈൻ. ബേസ് ലൈനിന്റെ അടുത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ 2 വരകൾക്ക് അല്ലെങ്കിൽ ഇതിനിടയിലുള്ള അകലം കുറവാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഉള്ളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന സ്ലാൻഡിങ് ഇൻസൈഡ് ആയിട്ടുള്ള ആംഗിൾസിന് കോണിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. ബിലോ 90 ആയിട്ടുള്ള ആംഗിള് അക്യൂട്ട് ആംഗിൾ, ന്യൂനകോണ്. ഇത് നോക്കൂ, these two lines are perpendicular each other. ഒരു ലൈന് ലംബമാണ് മറ്റേ ലൈന്. അതുകൊണ്ട് ഇതിന് മട്ടകോൺ എന്ന് പറയുന്നു. റൈറ്റ് ആംഗിൾ, മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ. മെഷർ ഓഫ് ദിസ് ആംഗിൾ 90 ഡിഗ്രി. ഈ കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. ഇതിന് നമ്മൾ റൈറ്റ് ആംഗിൾ, മട്ടകോൺ എന്ന് പറയുന്നു. ഇനി നോക്കൂ, ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇടന്നു കഴിഞ്ഞാല് സ്ലാൻഡിങ് ഈസ് ഔട്ട്സൈഡ്. ചെരിവ് പുറത്തേക്കാണ്. ചെരിവ് ഇതിനുള്ളിൽ അകലം കൂടുതലാണ്. അകലം കുറയുമ്പോൾ 90 ഡിഗ്രിയിൽ താഴെയും, ഇതിനകത്തുള്ള അകലം കൂടുമ്പോൾ 90 ഡിഗ്രിയിൽ കൂടുതൽ. above 90 degree. This type of angles are called obtuse angle. Obtuse angle above 90 degree. ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ. മലയാളത്തില് ബൃഹത് കോൺ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു വരയിൽ നിന്ന് രണ്ടാമത്തെ വര പുറത്തേക്കാണ് ചെരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അത് 90 ഡിഗ്രി കൂടുതലുള്ള കോണാണ്. അതുകൊണ്ട് ഇതിന്റെ അളവ് 90 ഡിഗ്രി കൂടുതൽ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് 3 types of angles. Once again, below 90 acute angle, ന്യൂനകോണ്. 90 ഡിഗ്രി റൈറ്റ് ആംഗിള്, മട്ടകോണ്. എബോവ് 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിള്, ബൃഹത് കോണ്. ഇതൊക്കെ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. തിരിച്ച് ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിലും ഇത് ഉള്ളിലേക്ക് മടങ്ങി നിൽക്കുന്നതാണ്. ഇപ്പൊ 90 ഡിഗ്രി കുറവാണ്. ഇത് റൈറ്റ് ആംഗിള്. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാല് എബോവ് 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിള്, ബൃഹത് കോണ്. 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് ഓർമ്മിച്ചതാണ്. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. പാഠഭാഗത്തിന്റെ പേര് കോണുകൾ ചേരുമ്പോൾ. കോണുകൾ കോണുകൾ ചേരുമ്പോൾ അഥവാ ആഡിങ് ആംഗിൾസ്. ആഡിങ് ആംഗിൾസ്. നമുക്കൊന്ന് ഒരു ചിത്രം വരച്ച് നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ആംഗിൾ എ ബി സി.
40 degree. Angle ABC 40 degree. I am going to draw another line. degree. How many angles in this figure? ഈ ചിത്രത്തില് എത്ര കോണുകളുണ്ട്? 2 കോണുകൾ അല്ലേ? അപ്പൊ പേരുകൾ എഴുതി നോക്കാം. ആംഗിൾ CAB, ആംഗിൾ CAB, ആംഗിൾ BAC, എന്താ റാണി എന്ന് പറഞ്ഞല്ലോ? എന്താണ്? 2 ആംഗിൾ അല്ല, 3 ആംഗിൾ എന്നാണ് റാണി അധികം പറയുന്നത്. ശരിയാണോ? നോക്കാം നമുക്ക് അല്ലെ. ആംഗിൾ CAB 40 ഡിഗ്രി, 40 ഡിഗ്രി. ആംഗിൾ DAC 30 ഡിഗ്രി. ഇനി നോക്കൂ, വേറൊരു ആംഗിളും കൂടെ അതിലുണ്ടെന്നാണ് റാണി അധികം പറഞ്ഞത്. നോക്കാം. ആംഗിൾ DAB, ആംഗിൾ DAB, ആംഗിൾ DAB. എത്രയായിരിക്കും ആംഗിൾ DAB യുടെ അളവ്? ആംഗിൾ DAB is just adding just 2 small angles make a large angle. ചെറിയ 2 കോണുകൾ കൂടി ചേർന്നിട്ടാണ് ഈ വലിയ കോണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അളവ്, ഈ 2 കോണിന്റെയും അളവുകൾ കൂട്ടിയതാണ്. 40 പ്ലസ് 30 സമം 70 ഡിഗ്രി. ആംഗിൾ DAB is equal to 40 plus 30 is equal to 70 ഡിഗ്രി. അപ്പോ ഇനി മുതൽ ഓർത്ത് വെക്കുക, ഇനിയുള്ള ചിത്രത്തില് 2 കോണുകളല്ല, പകരം 3 കോണുകളുണ്ട്. 2 small angles make a large angle. ചെറിയ 2 കോണുകൾ ചേർന്നിട്ട് വലിയൊരു കോണ് ഉണ്ടാകുന്നു. നമുക്ക് വേറെ ചിത്രം നോക്കാം. ആംഗിൾ പേരുകള് PQRS, PQRS. Angle RPQ or angle QPR is equal to 50 degree. 50 degree. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ആംഗിളിന്റെ അളവ് 120 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് SPR എന്നുള്ള ആംഗിളിന്റെ അളവല്ല. ശരിക്കും ശ്രദ്ധിക്കണം. Listen carefully. This is not the measure of angle SPR. SPR not a obtuse angle. ഇത് acute angle തന്നെയാണ്, ന്യൂനകോണ തന്നെയാണ്. അപ്പൊ ഒരിക്കലും ഇതിന്റെ അളവ് 120 ഡിഗ്രി എന്നുവരില്ല. ഇവിടെ ഇതിന്റെ ആംഗിളിന്റെ സിമ്പിൾ ഇട്ടിരിക്കുന്നത് നോക്കുക. ഇവിടെ നിന്ന് ഈ വരയിലേക്കാണ്. അതായത് ഇതിൽ ഏറ്റവും വലിയ ആംഗിളിന്റെ അളവാണ് 120 ഡിഗ്രി. ഇത് ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആംഗിൾ SPQ. SPQ is equal to 120 ഡിഗ്രി. ഇനി തന്നിരിക്കുന്ന മറ്റ് ആംഗിൾ ഏതാണ്? കോൺ ഏതാണ്? ആംഗിൾ RPQ is equal to 50 degree.
അപ്പോൾ ഇനി ഏത് ആംഗിളിന്റെ ഒരു കോണിന്റെ അളവാണ് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? SPQ എന്ന് പറയുന്ന വലിയ ആംഗിളിന്റെ അളവ്, കോണിന്റെ അളവ് 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. RPQ എന്ന ആംഗിളിന്റെ അളവ് 50 ഡിഗ്രി ആണെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ ഇനി കിട്ടേണ്ടത് SPR എന്നുള്ള ആംഗിളിന്റെ അളവാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ ചെറിയ രണ്ടും തന്നിട്ട് വലിയ ആംഗിളിന്റെ അളവ് കണ്ടുപിടിക്കാൻ രണ്ടും തമ്മിൽ കൂട്ടുകയാണ് ചെയ്തത്. ഈ ചിത്രത്തിൽ അങ്ങനെയാണോ? വലിയ ആംഗിളും ചെറിയൊരു ആംഗിളും തന്നിട്ട് മൂന്നാമത്തെ ചെറിയ ആംഗിളിന്റെ, സ്മോൾ ആംഗിളിന്റെ മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ SPR, ആംഗിൾ SPR is equal to angle RPQ subtract from angle SPQ. RPQ എന്ന കോണിന്റെ അളവ് SPQ എന്നുള്ള വലിയ കോണിന്റെ അളവിൽ നിന്നും കുറയ്ക്കണം. അതായത് 120 മൈനസ് 50 is equal to 70. ഇനി വീണ്ടും ഒരു ചിത്രം കൂടി ശ്രദ്ധിക്കുക. MNOP. ഇതില് ഏതൊക്കെ ആംഗിളിന്റെ അളവുകളാണ് തന്നിരിക്കുന്നത് നോക്കുക. ആംഗിൾ OMN is equal to 65 degree. Angle PMO is equal to 35 degree. Sorry, 25 degree. 25 degree, not 35, 25 degree. What is the measure of angle PMN? Angle PMN is equal to, the PMN is a larger angle. Angle PMN is equal to 65 plus 25. 65 plus 25 is equal to 90 degree. So P angle OMN 65 degree, angle PMO 25 degree, angle PMN is equal to 65 plus 25 is equal to 90 degree. One more example. X, Y, Z, A. Angle -70 degree. This angle 110 degree. What is the measure of angle XYA?
എഴുതി നോക്കാം. ആംഗിൾ XYZ ലാർജർ ആംഗിൾ ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ മെഷറാണ് എഴുതിയിരിക്കുന്നത്. ലാർജർ ആംഗിൾ is equal to 110 angle AYZ is equal to 70 degree. What is the measure of angle XYA? Angle XYA is equal to 110 minus 70 degree is equal to angle XYA is equal to 110 കുറയ്ക്കണം 70 സമം 40 ഡിഗ്രി 40 ഡിഗ്രി. അപ്പോ AYZ എന്ന് പറയുന്ന ആംഗിളിന്റെ കോണിന്റെ അളവ് 70 ഡിഗ്രി. XYZ എന്ന് പറയുന്ന വലിയ കോണിന്റെ അളവ് 110 ഡിഗ്രി. അപ്പൊ അത് ചെറിയ XYA എന്ന് പറയുന്ന കോണിന്റെ അളവ് 110 നിന്നും 70 കുറച്ചു കഴിഞ്ഞാൽ 40. ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ചെയ്ത പ്രവർത്തനമാണ്. അത് വീണ്ടും ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതിന്റെ ഒരു വർക്ക്ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് എനിക്ക് അയച്ചു തരണം.